നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. നോട്ട് നിരോധനത്തിന്റെ കെടുതികളിൽ നിന്ന് രാജ്യം മുക്തി നേടി വരുന്നതേയുള്ളൂ. അതിനിടെ കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പിച്ചിരിക്കുകയാണ്. ഇനി റീചാർജ് ചെയ്യണമെങ്കിലും തിരിച്ചറിയൽ രേഖ ഹാജരാക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. പ്രീപെയ്ഡ് സിം ഉപയോഗിക്കുന്നവരെയാണ് പുതിയ തീരുമാനം കുഴപ്പത്തിലാക്കുക. ടെലികോം വകുപ്പ് സുപ്രീം കോടതിയിൽ അറിയിച്ചതാണ് ഇക്കാര്യം. പുതിയ പരിഷ്കാരം കേന്ദ്രം നടപ്പിൽ വരുത്തുന്നതോടെ 90% വരുന്ന പ്രീപെയ്ഡ് സിം ഉപഭോക്താക്കൾക്ക് തിരിച്ചറിയൽ രേഖ കാണിച്ചാൽ മാത്രമേ ഇനി റീചാർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അറ്റോർണി ജനറൽ മുകുൾ റോത്തഗിയാണ് കേന്ദ്ര സർക്കാരിനു വേണ്ടി ഇക്കാര്യം സുപ്രീം കോടതിയെ അറിയിച്ചത്. 1 വർഷത്തിനകം ഈ പുതിയ പരിഷ്കാരം നടപ്പിൽ വരുത്തുമെന്നാണ് കരുതുന്നത്. ഫോൺ റീചാർജ് ചെയ്യുന്നതിന് ആധാർ കാർഡോ തിരിച്ചറിയൽ കാർഡോ അതുപോലുള്ള നിയമസാധുതയുള്ള രേഖകൾ ഇനി മുതൽ റീചാർജ് കടകളിൽ കാണിക്കേണ്ടി വരും. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, ആൾമാറാട്ടം, മറ്റു ക്രിമിനൽ പ്രവർത്തികൾ എന്നിവ തടയാനാണ് പുതിയ പരിഷ്കാരം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് കെഹാറിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് പരിഗണിച്ച പൊതുതാൽപര്യ ഹർജിക്കുള്ള മറുപടിയായാണ് കേന്ദ്രം ഇക്കാര്യം കോടതിയെ ധരിപ്പിച്ചത്. രാജ്യത്തെ മൊബൈൽ ഫോൺ ഉപഭോക്താക്കളിൽ 90% പ്രീപെയ്ഡ് ഉപഭോക്താക്കളാണ്. വെറും 10% മാത്രമാണ് പോസ്റ്റ്പെയ്ഡ് ഉപഭോക്താക്കളുടെ എണ്ണം. തീവ്രവാദികളാണ് രാജ്യത്ത് വ്യാജ സിമ്മുകൾ കൂടുതലായി ഉപയോഗിച്ച് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. യഥാർത്ഥ വ്യക്തിത്വം മറച്ചുവെച്ച് ഉപഭോക്താക്കളുടെ സിം കോപ്പി ചെയ്താണ് തീവ്രവാദികൾ ഉപയോഗിക്കുന്നത്. ഇവരെയാണ് കേന്ദ്രം പുതിയ പരിഷ്കരണത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. സിം കാർഡ് ഇത്തരത്തിൽ വ്യാജമായി ഉപയോഗിക്കുന്നതിന് മറ്റു ചില ഭീഷണികളുമുണ്ട്. ഫേസ്ബുക്കും ജിമെയിലും അടക്കം ഓൺലൈൻ അക്കൗണ്ടുകളുടെ സെക്യൂരിറ്റി കീകൾ മൊബൈൽ ഫോണിലേക്കാണ് വരാറുള്ളത്. സിം കോപ്പി ചെയ്യുന്നവർക്ക് ഇതുവഴി നിങ്ങളുടെ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യാൻ കഴിയും. ബാങ്ക് അക്കൗണ്ട് അടക്കം ഭീഷണിയുടെ നിഴലിലാകും. ഇതിനെല്ലാം തടയിടുക എന്ന ലക്ഷ്യം കൂടിയാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. ഈ വാർത്തയോട് പ്രേക്ഷകർക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.